ഹലോ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ദിവസവും എത്ര സമയമാണ് ഒരു പക്ഷേ നീ നിന്നെ തന്നെ ഒരുക്കുന്നതിന്, നല്ല വസ്ത്രങ്ങൾ അണിയുന്നതിന്, ഏറ്റവും സുന്ദരനോ സുന്ദരിയോ ആയി പ്രത്യക്ഷപ്പെടുന്നതിന്, മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി ചിലവഴിക്കുന്നത്? നാം ഒരുങ്ങുന്നതിനും നാം നമ്മെ തന്നെ വൃത്തിയായി സൂക്ഷിക്കുന്നതിനും രണ്ട് കാരണങ്ങളാണ് പൊതുവെ പറയപ്പെടുന്നത്. ഒന്ന്, ഏറ്റവും ഭംഗിയായി ഏറ്റവും നല്ല രീതിയിൽ ബഹുമാനിക്കപ്പെടേണ്ടതിന്. രണ്ടാമത്തേത്, മറ്റുള്ളവരുടെ സ്നേഹവും ആദരവും നമുക്ക് കിട്ടുന്നതിന് വേണ്ടി. ഒരു തരത്തിൽ മറ്റുള്ളവർക്ക് നമ്മോട് ഒരാകർഷണം തോന്നാൻ വേണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാവുന്ന പലരും നമ്മൾ തന്നെയും മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി നമ്മളാൽ സാധ്യമായവയെല്ലാം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒന്ന്, ഒരാൾ നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ കണ്ണുകൾ കൊണ്ട് കാണുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഹൃദയം കൊണ്ട് നമ്മളെ കാണാൻ തുടങ്ങും. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കുള്ളതിനേക്കാൾ ഗുണങ്ങളും സൗന്ദര്യവും നമുക്കുണ്ടെന്ന് അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ മുടിയിഴകളെയും കണ്ണുകളെയും നമ്മുടെ ചലനങ്ങളെയും നമ്മുടെ സംസാര ശൈലിയെയും അവർ നിരന്തരം വർണ്ണിച്ചുകൊണ്ടേയിരിക്കും. കാരണം ആ സമയങ്ങളിൽ അവർ ഹൃദയം കൊണ്ട് ചിന്തിക്കുകയും ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കുകയും ചെയ്യുകയാണ്. അവർക്ക് നമ്മെ കാണുന്നത് ഏറ്റവും ഹൃദ്യവും മനോഹരവുമായിരിക്കും. എന്നാൽ നമ്മളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടല്ലോ. നമ്മൾ ഇനി എന്തെല്ലാം ചെയ്തുവെന്ന് പറഞ്ഞാലും അവർ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടെത്തും. നമ്മളാൽ ആകുന്ന വിധം ഏറ്റവും മനോഹരമായി അണിഞ്ഞൊരുങ്ങിയാലും അവർ അതിൽ കുറ്റങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റം എന്ന പഴമൊഴി കേട്ടിട്ടില്ലേ? ഏതാണ്ട് അതേ അവസ്ഥ തന്നെയായിരിക്കും നമ്മൾ നേരിടുക. എല്ലാവരെയും ഒന്നും ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് നമ്മിൽ തന്നെ ഒരു ആത്മാഭിമാനം തോന്നേണ്ടതുമുണ്ട്. ഇനി നാം നമ്മുടെ അപൂർണതകളെയോ കുറവുകളെയോ നമ്മൾ എത്രത്തോളം പരിഹരിക്കാൻ പരിശ്രമിച്ചാലും ഒരുങ്ങിയാലും നമ്മുടെ കുറവുകളെക്കുറിച്ച് പശ്ചാത്തപിച്ചാലും അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടില്ല. കാരണം അവരുടെ ഹൃദയത്തിന്റെ കാഴ്ചകളിൽ എവിടെയോ മറ്റൊരാളിരിപ്പുണ്ട്, അവരുടെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരാൾ. ഒരുപക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മോട് വളരെ ഇഷ്ടമാണെന്നും സ്നേഹമാണെന്നും കരുതുന്നവർ ഹൃദയം കൊണ്ടുള്ള കാഴ്ചകൾ മറന്ന് കണ്ണുകൾ കൊണ്ടുള്ള കാഴ്ചകളിലേക്ക് മാത്രം തിരിയുമ്പോൾ സൗന്ദര്യം മറ്റു പലതിലും കണ്ടെത്തിയേക്കാം. ഞാനോ നീയോ ഉയരം കുറഞ്ഞവനായും കൂടിയവനായും വെളുത്തവനായും കറുത്തവനായും സൗന്ദര്യം കൂടിയിട്ടും കുറഞ്ഞിട്ടുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മാത്രം കുറവ് കൊണ്ടല്ല. അത് ദൈവമെന്ന ശക്തി വിഭാവനം ചെയ്തതാണ്. നമ്മുടെ വേദമൊഴികളുണ്ട് കേട്ടോ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് അവിടെ പറയുന്നത്, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നാണ്. നീ ഓരോ മനുഷ്യന്റെ മുഖത്തിലേക്ക് നോക്കൂ. വേദഗ്രന്ഥമൊഴികൾ ശരിയാണെങ്കിൽ ദൈവത്തിന്റെ രൂപം അതാണ്. അപ്പോൾ ദൈവത്തിന് നിയതമായൊരു രൂപമില്ല. എല്ലാ മനുഷ്യരിലും കാണുന്ന വിവിധങ്ങളായ രൂപങ്ങളും മുഖങ്ങളും തന്നെയാണ് ദൈവത്തിൻ്റെത്. ആ നിലയ്ക്ക് നിന്നെ ഇങ്ങനെ കാണാനാണ് ദൈവത്തിനിഷ്ടം. സൃഷ്ടാവ് ഒരിക്കലും സൃഷ്ടിയെ കുറ്റം പറയുകയില്ലല്ലോ. ആ നിലയ്ക്ക് ദൈവം നിന്നെ കുറ്റം പറയുകയില്ല. സ്വന്തം കഴിവിലും സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും നീ വിശ്വാസം അർപ്പിക്കുക. നമ്മുടെ കുറവുകൾ എന്തു തന്നെയാണെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒടുവിൽ സ്നേഹിക്കപ്പെടാൻ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ഇൻ ദി എൻഡ് ഐ ബിലീവ് ദാറ്റ് വി ഡോണ്ട് നീഡ് ടു ഡു എനിത്തിങ് ടു ബി ലവ്ഡ്. കൂടെയുണ്ട് കേട്ടോ, കൂട്ടിനും പിന്നെ എൻ്റെ പ്രാർത്ഥനയും.